വേനൽക്കാലം. അപ്പോൾ മഴക്കാലം നമ്മൾ ശരിക്കും ഒരു ഓഫ് സീസണാണ്, മനസ്സിലായില്ലേ? അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള മെഴുകി നമ്മൾ ഉരുക്കി അത് അതിൻ്റെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം ആ മുഹൂർത്തത്തിന് അയ്യപ്പ വിഗ്രഹത്തിന് പണി തുടങ്ങും. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവണം? അയ്യപ്പൻ രൂപം ഉണ്ടാവണം. നമുക്ക് എല്ലാ മനസ്സിലും എല്ലായ്പ്പോഴും എല്ലാ ദേവൻ രൂപം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അയ്യപ്പൻ രൂപം ഡിഫൈൻ ചെയ്യുന്ന ഒരു മന്ത്രമുണ്ട്. അതിന് നമ്മൾ ധ്യാന ശ്ലോകം എന്നാണ് പറയുക. ധ്യാന ശ്ലോകം. ഈ ധ്യാന ശ്ലോകം നമ്മൾ വായിക്കും. അപ്പോൾ പറയും ഇങ്ങനെ ഒരു കൈ ചിന്മുദ്ര ഉണ്ടാവണം, മറ്റേ കൈ ഇങ്ങനെ താഴ്ത്തി ചെയ്യണം, കാലുകളിങ്ങനെ മടക്കി വെക്കണം, ഇവിടെ യോഗ ബന്ധം വേണം, ഇന്ന മാല ഉണ്ടാവണം, ഇന്ന കുണ്ടലം വേണം, ഇന്ന മുടി ഉണ്ടാവണം, ഇന്ന ശരീരമൊക്കെ വേണമെന്ന് അതിൽ ഡിഫൈൻ ആയിട്ട് കറക്റ്റ് പറഞ്ഞു. അതാണ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന എല്ലാ വിഗ്രഹത്തിൻ്റെയും ഡീറ്റെയിൽഡ് അതിൻ്റെ ഫോം ഇങ്ങനെ ആയിരിക്കണമെന്ന് ഈ ധ്യാന ശ്ലോകത്തിൽ പറയും. കൃഷ്ണൻ തന്നെ ഒരുപാട് ശ്രീകൃഷ്ണനുണ്ട്. പാലൂപം മുതൽ ഓടക്കുള്ളി വണ്ണകെട്ട് ഒരുപാട് തരത്തിലെ ഈ ഗീതോപദേശം ചെയ്യുന്ന ഒരുപാട് അതിൽ കൃത്യമായിട്ട് പറയും. നമ്മളത് വായിച്ച് മനസ്സിലാക്കി ഗ്രന്ഥത്തിന് ആ അറിവുകൾ നമ്മൾ സ്വായത്തമാക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എടുക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ഈ മഹാവിഷ്ണു ഉണ്ടാക്കുന്ന ആഭരണം ഇതിനുണ്ടാക്കില്ല. ഈ ആഭരണങ്ങൾ എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷനാണ്. മഹാഭാരതത്തിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അവർക്ക് ഓരോരാൾക്കും ഓരോ ആഭരണങ്ങളാണ്. ചിലവർ ഈ പുലിനഖങ്ങളൊക്കെ ഇട്ടുന്ന മാലയിടും. അപ്പോൾ പറയുക